ഹലോ. കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടില്ല. ഞാനൊരു വീഡിയോ ഒക്കെ ഒന്ന് ഫ്ലോയിലാക്കി കൊണ്ടുവന്നതാണ്. എന്നിട്ട് ഭയങ്കര ഹാപ്പിയായിട്ട് കുറച്ച് വീഡിയോസ് ഇങ്ങനെ അൽക്കുലത്തെ വീഡിയോസ് തന്നെ ഇങ്ങനെ എടുത്ത് അപ്ലോഡൊക്കെ ചെയ്ത് പ്രൈവറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് വയനാടിൻ്റെ ഇഷ്യൂ ഉണ്ടായത്. സത്യം പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിൽക്കുന്നവരെക്കാട്ടിലും കൂടുതൽ പുറത്ത് അന്യനാട്ടിൽ നിൽക്കുന്നവരെ ഇത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത്, ഇതുപോലെ ഒരു ന്യൂസ് കണ്ടു, അച്ഛനും അമ്മയും ഒക്കെ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഒരു കൊച്ചിനെ ഇതുപോലെ പുറത്തേക്ക് UK കാനഡയിലോ ഇവിടെ പഠിക്കാൻ വിട്ടിട്ട് ആ വീട്ടിലിപ്പോൾ ആരുമില്ല. ആ കുഞ്ഞ് എന്തോരം പ്രതീക്ഷയോടായിരിക്കും ഒരു അന്യനാട്ടിൽ വന്നത്. കുടുംബം രക്ഷപ്പെടുത്താം, എന്തെല്ലാം തോട്ട്സ് വേണം, സ്വയം രക്ഷപ്പെടാം, കുടുംബം രക്ഷപ്പെടുത്താം, അച്ഛനും അമ്മയും നന്നായിട്ട് നോക്കണം, അങ്ങനെ ഒരുപാട് ഡ്രീംസായിട്ട് ഒരു നാട്ടിൽ വന്നിട്ട് അതെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അതിന് വേണ്ടിയിട്ട്. തിരിച്ച് ആ നാട്ടിലേക്ക് പോകുമ്പോൾ ആ നാടോ വീടോ ഉറ്റവരോ ഉടയവരോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ. അത് ഓർത്തിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം പോലും ഇപ്പോൾ ശരിയാവാറില്ല. എപ്പോഴും ഉൾഭയമാണ്. അപ്പം നാട്ടിൽ തന്നെ എൻ്റെ വീട് കടലിൻ്റെയും കായലിൻ്റെയും ഒക്കെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു കടൽ കയറ്റം ഉണ്ടാകുമ്പോൾ ഉള്ളിലൊരു ഭീതിയാണ്. നമ്മുടെ അച്ഛനമ്മമാരൊക്കെ സേഫായിട്ട് പോലും നമുക്ക് ഉള്ളിലൊരു ആദിയാണ്. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥയോ. അതുപോലെ കുറേ ദിവസം ഞാൻ യൂട്യൂബ് എടുക്കലേ ഇല്ല. ബിക്കോസ് യൂട്യൂബ് എടുക്കുമ്പോഴേ ഇത് തന്നെയായിരുന്നു വരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ യൂസ് ആക്കാണ്ടിരുന്നു. ഒരു ദിവസം ഇതുപോലെ ഉറക്കത്തിന് എണീറ്റപ്പോൾ പോട്ടെ, ഉറക്കം സുഖമാവുന്നില്ല എന്ന് ഓർത്തിട്ട് ഞാൻ അവരെ ഇൻസ്റ്റാഗ്രാം എടുത്തപ്പോൾ ആദ്യം തന്നെ സാധാരണ സെൻസിറ്റീവ് കണ്ടൻറ്റ് കാണിക്കേണ്ടതാണ്. ഇതൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റായിട്ട് കഴുത്തില്ലാത്ത ഒരു ശരീരഭാഗം, 2 കൈ മാത്രം, 2 കാല് മാത്രം, ഇങ്ങനെ ബ്ലർ പോലും ചെയ്യാത്തൊരു ഇമേജും ഒരു വീഡിയോ ഞാൻ കണ്ടേ. അയ്യോ, എനിക്കൊരു വെപ്രാളം കയറിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഈ ഒരു കാര്യം ഞാൻ പറയണത് എൻ്റെ ഒരു മാനസികാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് ദുരന്തങ്ങൾ നേരിട്ടതാണ്. അതുപോലെ ഈ ഒരു ദുരന്തവും നമ്മളെല്ലാവരും കൂടി ഒറ്റ കൈയായിട്ട് ഒരേ മനസ്സോടെ നേരിട്ടല്ല. നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടം തന്നെ, ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റത്തില്ല. എന്നാൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പും കൈത്താങ്ങും മാനസികവും ഫിസിക്കലിയും ഫൈനാൻഷ്യലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് നമ്മളിപ്പോൾ ചെയ്താൽ മാത്രമേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവത്തുള്ളൂ. ആ ഒരു സമയത്ത് ദൈവത്തെ ഓർത്ത് രാഷ്ട്രീയമോ മതമോ വേറുള്ള യാതൊരുവിധ വ്യത്യാസങ്ങളും വർഗീയതകളും കൊണ്ടുവരാതിരിക്കുക. എല്ലാവരും ഒരുമിച്ച് ഒറ്റ കൈയോട് നിന്ന് ഈ ഒരു പ്രശ്നത്തെ തരണം ചെയ്ത് നോക്കുക. ഇവിടെ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ മറ്റ് യാതൊരുവിധ പാർട്ടി ഇതൊന്നും നോക്കാതെ, നമ്മൾ ജാതി മതം ഒന്നും നോക്കാതെ എല്ലാവരും ഒറ്റ കേട്ടാന്നുള്ളൊരൊറ്റ മനസ്സിൽ നിന്നിട്ട് ഈ കാര്യങ്ങൾ പ്രശ്നത്തിൽ നമ്മൾ റിക്കവറായി വരണം. ഇപ്പോഴൊരു ഇനിഷ്യൽ സ്റ്റേജിൽ അറിയുന്ന വിവരങ്ങൾ വെച്ചിട്ട് അവർക്ക് ഭക്ഷണമാണെങ്കിലും ഫണ്ടാണെങ്കിലും അത്യാവശ്യം എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാവരും ഇപ്പോഴും ക്യാമ്പുകളിൽ തന്നെയാണ്. പക്ഷേ ഇവരൊക്കെ സെപ്പറേറ്റഡായിട്ട് മാറുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇവർക്ക് ഭയങ്കരമായ സപ്പോർട്ട് ആവശ്യമാണ്. ഞാനും ആദ്യം ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണ് അങ്ങനെ ഇങ്ങനെ കുറേ ന്യൂസ് കേട്ടപ്പോൾ അയ്യോ എന്താ അങ്ങനെയൊക്കെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ടെക് ട്രാവൽ ഈറ്റിലെ സുജിത്തേട്ടൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഒരു ക്ലാരിഫിക്കേഷനാണ്. അതിന് മുമ്പും ഞാൻ കുറച്ച് ന്യൂസ് ചാനലുകൾ കണ്ടു. അപ്പം നമ്മൾ ഈ സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടീനെ അധിക്ഷേപിച്ചു കൊണ്ടിട്ടാണ് എതിർ പാർട്ടികളായിരിക്കുമല്ലോ ഇങ്ങനത്തെ റോങ് ആയിട്ടുള്ള ന്യൂസുകൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കാതിരിക്കുക. അർഹതപ്പെട്ടവർക്ക് ആ അർഹതപ്പെട്ടവരിലേക്ക് തന്നെ ആ എമൗണ്ട് എത്തണം. നമുക്കത് അറിയാനുള്ള അതിൻ്റെ സോഴ്സും അതിൻ്റെ എത്രയാണ് എത്തിയിട്ടുള്ള പണം എന്നൊക്കെ അറിയാനുള്ള നമുക്ക് റൈറ്റ്സ് ഉണ്ട്. നമുക്കത് അപ്ലൈ ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ പ്ലീസ് എല്ലാവരും അവനെ കൊണ്ട് കഴിയുന്ന ഫണ്ട്, പ്രത്യേകിച്ച് അന്യനാട്ടിൽ താമസിക്കുന്നവർക്ക് ഡയറക്റ്റ് അവിടെ പോയിട്ട് സേവനം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്കൊരു വ്യക്തിക്ക് ഇത് അയച്ചു കൊടുക്കലും പോസിബിൾ അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, സർക്കാരിൽ വ്യക്തമായ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടുകളിലേക്ക് നമുക്ക് പൈസ നിക്ഷേപിച്ചുകൊണ്ട് അവർ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. ഇനിഷ്യലി ഞാനൊന്നും കൊടുത്തിട്ടില്ല. കാരണം ഇപ്പോഴത്തെ ഒരു കാര്യം അനുസരിച്ച് ഭക്ഷണവും കാര്യങ്ങളും എല്ലാം അവർക്ക് വേണ്ട പോലെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവർ മാറിക്കഴിയുമ്പം എന്തെങ്കിലും ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നപ്പോൾ എൻ്റെ അനിയനെ ഇങ്ങനെ കോൾ ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് മനസ്സിന് ഭയങ്കര സങ്കടമായിട്ട് എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നൊരു 100 രൂപ അത് ഞാൻ ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പോൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കെങ്കിലും ആ ഒരു മനസ്സുണ്ടല്ലോ, അവരെങ്കിലും സ്വബോധത്തോടെ ചിന്തിക്കുന്നുണ്ടല്ലോ. അങ്ങനെ വേണം നമ്മൾ.
ആവശ്യമില്ലാതുള്ള പ്രശ്നങ്ങളിലേക്ക്, വേറെ രീതികളിലേക്ക് ഈ ഒരു ദുരന്തത്തിനെ വഴിതിരിച്ച് വിടാതെ എല്ലാവരും കൂടെ ഒത്തായി നിന്ന് അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കാൻ നോക്കൂ പ്ലീസ്. നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാം എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താണോ പറ്റുന്നത് അത് പൈസ ആയിട്ടോ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളായിട്ടോ എന്താണോ നമുക്ക് പറ്റുന്നത്, എന്തിനുള്ള എമൗണ്ടാണോ നമ്മുടെ ഒരു അനുസരിച്ചുള്ളത് അത് കൊടുത്ത് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. എനിക്കിത് എത്ര പേരുടെ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്, കൊടുക്കുന്നവർക്കൊക്കെ വലിയ മനസ്സ് ഇനിയും കൊടുത്തുകൊണ്ടിരിക്കുക. അവരൊന്ന് സ്റ്റേബിൾ ആവുന്നത് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് അവരുടെ കൂടെ നിൽക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.